ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളി 20 എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് പുതിയൊരു ദശകം പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 56. ഈ ദശകത്തിലും കാളിയമർദ്ദനം തുടരുന്നു. കാളിയ ഗർവശമനവും ഭഗവതനുഗ്രഹവും. ഈ ദശകത്തിൽ ഭട്ടതിരിപ്പാട് കാളിയമർദ്ദനം വർണ്ണിക്കുകയാണ്. മനോഹരമായി കുണ്ടലങ്ങളിളകി കാളിയൻ്റെ പത്തികളിൽ ഭഗവാൻ നൃത്തം ചെയ്യുമ്പോൾ ദേവന്മാർ കൊട്ടുകയും ദേവസുന്ദരിമാർ പാടുകയും ചെയ്തു. ആ സന്ദർഭം വളരെ സുന്ദരമായിരുന്നു. കാളിയൻ്റെ ഓരോ പത്തിയിലും ചവിട്ടി താഴുന്ന പത്തി വിട്ടിട്ട് ഉയരുന്നത് ചവിട്ടി താഴ്ത്തി ഭഗവാൻ മനോഹരമാകും വണ്ണം നൃത്തം ചെയ്തു. ചവിട്ടേറ്റ് പത്തികൾ ഒടിഞ്ഞു ചാഞ്ഞ് രക്തമൊഴുകി ചോര കൊണ്ട് ചുവന്ന യമുനാ ജലത്തിൽ മുങ്ങി കാളിയൻ തളർന്നപ്പോൾ കാളിയ ഭാര്യമാർ വന്ന് ഭഗവാന്റെ കാൽക്കൽ വീണു. നാഗസുന്ദരിമാരായ യോഗിനികൾ ഭഗവത് മാഹാത്മ്യം ശരിക്കറിഞ്ഞവരാകയാൽ മുനിമാർക്കു പോലും അഗോചരമായ തത്വങ്ങൾ ആവിഷ്കരിക്കുന്നതും ഭഗവത് പ്രാപ്തി ഹേതുകവുമായ രഹസ്യ തത്വങ്ങളടങ്ങിയ സ്തുതികൾ കൊണ്ട് ഭഗവാനെ വാഴ്ത്തി. കാളിയനെ ദമനം ചെയ്ത ഭഗവാൻ കാളിയ പത്നിമാരുടെ ഭക്തി പാരവശ്യത്തിൽ കാരുണ്യനിധിയായി കാളിയനെ ജീവിപ്പിച്ചു. അവൻ ഭക്തിയോടെ ഭഗവാനെ നമിച്ചു. പണ്ട് കാളിയൻ താമസിച്ചിരുന്ന രമണക ദ്വീപിലേക്ക് തന്നെ പോകാൻ കാളിയനോട് പറഞ്ഞു. ഗരുഡന്റെ ശല്യം അവിടെ ഉണ്ടാകില്ല. മറ്റു സർപ്പങ്ങളൊന്നിച്ച് കാളിയൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. കാളിയ പത്നിമാർ ദിവ്യരത്ന ശോഭ വഹിക്കുന്ന മാലകളും പട്ടുകളും എല്ലാം ഭഗവാന് സമർപ്പിച്ചു. ദിവസാവസാനത്തിൽ ഭഗവാൻ ആനന്ദബാഷ്പം ചൊരിയുന്ന ഗോപന്മാരോട് ഒത്തുചേർന്നു. അന്ധകാരത്താൽ അന്നു രാത്രി തന്നെ ഗോകുല ഗൃഹത്തിലേക്ക് മടങ്ങാനാവാതെ ശരണമായ ഭഗവാനൊന്നിച്ച് യമുനാ തീരത്തിൽ തന്നെ അവർ കിടന്നുറങ്ങി. അപ്പോൾ എങ്ങും ചുറ്റിനുമായി കാട്ടുതീ പടർന്നു പിടിച്ച് ജ്വലിച്ച് ഉയർന്നു വന്നു. കാട്ടുതീ 4 പാടും കത്തി വന്നപ്പോൾ ചൂടേറ്റ ഗോപന്മാരുടെ ആർത്തനാദം കേട്ട ഭഗവാൻ ആ ശരണാഗതരെ അഗ്നിപാനം ചെയ്തു രക്ഷിച്ചു. ഭഗവാന്റെ മുഖം തന്നെ അഗ്നിയാണല്ലോ. അഗ്നിയിൽ നിറം കൊണ്ട് മാത്രമേ മഞ്ഞനിറം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാകട്ടെ പാനം കൊണ്ട് പീതഭാവം പ്രകാശിക്കുന്നുണ്ടല്ലോ. എന്നിപ്രകാരം സന്തുഷ്ടരായ ഗോപന്മാരാൽ സ്തുതിക്കപ്പെട്ട സർവാന്തർയാമിയും സർവശക്തനുമായ ഭഗവാൻ എൻ്റെ രോഗങ്ങളെ പാപങ്ങളോടുകൂടി നശിപ്പിച്ചാലും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാട് ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 56. കാളിയ ഗർവശമനവും ഭഗവതനുഗ്രഹവും. ശ്ലോകം 1. രുചിരകമ്പിതകുണ്ടലമണ്ഡലസുചിരമീശ നനർത്തിഥ പന്നകേ അമരതാഡിതദുന്ദുഭിസുന്ദരം വിയതി ഗായതി ദൈവതയൗവതേ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം. രുചിര കമ്പിത കുണ്ടല മണ്ഡല സുചിരം ഈശ നനർത്തിഥ പന്നകേ അമര താഡിത ദുന്ദുഭി സുന്ദരം വിയതി ഗായതി ദൈവത യൗവതേ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഈശ നാഥ, ത്വം അങ്ങ്, ദൈവതയൗവതേ ദേവയുവതികളുടെ സമൂഹം, വിയതി ആകാശദേശത്ത്, അമരതാഡിത ദുന്ദുഭി സുന്ദരം ദേവന്മാരാൽ അടിക്കപ്പെട്ട ദുന്ദുഭികളാൽ സുന്ദരമായിട്ട്, ഗായതി പാടുമ്പോൾ, രുചിര കമ്പിത കുണ്ടല മണ്ഡല
മനോഹരമായി ചലിക്കുന്ന കുണ്ടല സമൂഹത്തോടു കൂടിയവനായി പന്നകേ കാളിയനിൽ സുചിരേ വളരെ നേരം നനർത്തിഥ നർത്തനം ചെയ്തു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. രുചിര കമ്പിത കുണ്ടല മണ്ഡല, ഡ എന്നാണ് കുണ്ടല മണ്ഡല എന്നുള്ളതിൻ്റെയും. സുചിരമീശ ചേർത്ത് ചൊല്ലുമ്പോൾ സാന്ന് ഡബിളായിട്ട് ചൊല്ലണം. സുചിരമീശ നനർത്തിഥ, ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പന്നകേ അമരതാടിത, ഡി ഡ എന്നാണ്. ട ഠ ഡ ഒട്ടും ഊന്നരുത്. ദുന്ദുഭി, ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സുന്ദരം, ന ദ എന്നാണ്. ദുന്ദു എന്നുള്ളതിൻ്റെ ദു എന്നുള്ളത് നാ ദ എന്നാണ്. വിയതി ഗായതി ദൈവതയൗവതേ, നീട്ടിയിട്ട് അങ്ങനെ നിർത്താം. രുചിര കമ്പിത കുണ്ടല മണ്ഡല സുചിരമീശ നനർത്തിഥ പന്നകേ അമരതാടിത ദുന്ദുഭി സുന്ദരം വിയതി ഗായതി ദൈവതയൗവതേ. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. നമതിയദ്യതമുഷ്യ ശിരോഹരേ പരിവിഹായ തദുന്നതമുന്നതം പരിമഥൻ പദപങ്കരുഹാചിരം വ്യഹരഥാ കരതാള മനോഹരം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. നമതി യത് യത് അമുഷ്യ ശിരോ ഹരേ പരിവിഹായ തത് ഉന്നതം ഉന്നതം പരിമഥൻ പദ പങ്കരുഹ ചിരം വ്യഹരഥ കരതാള മനോഹരം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഹരേ സംസാര ദുഃഖമകറ്റുന്ന ദേവ, അമുഷ്യ ഈ കാളിയൻ എന്ന സർപ്പത്തിൻ്റെ, യദ്യത് യാതൊരു ശിര ശിരസ്സാണോ, നമതി കുനിയുന്നത്, തത് അതിനെ, പരിവിഹായ വിട്ടിട്ട്, ഉന്നതം ഉന്നതം ഉയർന്നു നിൽക്കുന്നതിനെ, പദപങ്കരുഹ പാദമാകുന്ന താമരയാൽ, പരിമഥൻ മഥിക്കുന്നവനായി, ചിരം വളരെ നേരം, കരതാള മനോഹരം കൈത്താളത്താൽ മനോഹരമാകും വണ്ണം, വ്യഹരഥ നൃത്തം ചെയ്തു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. നമതി യദ്യതമുഷ്യ ശിരോ, ദ എന്നാണ്, ദയയിലത്തെ ദ എന്നാണ്. ഹരേ പരിവിഹായ തദുന്നതമുന്നതം പരിമഥൻ, ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പദപങ്കരുഹ ചിരം വ്യഹരഥ അവിടെ നീട്ടിയിട്ട് വിസർഗം പറയണം. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കരതാള മനോഹരം. നമതിയദ്യതമുഷ്യ ശിരോ ഹരേ പരിവിഹായ തദുന്നതമുന്നതം പരിമഥൻ പദപങ്കരുഹാചിരം വ്യഹരഥാ കരതാള മനോഹരം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.